ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് എം ജയേന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ, ഉമാമഹേശ്വരൻ, BJP പ്രതിനിധി, ഹെൻറി ഓസ്റ്റിൻ, കോൺഗ്രസ് പ്രതിനിധി എന്നിവരാണ് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ഉണ്ടാവുന്നത്. ആദ്യം തന്നെ ഹെൻറി ഓസ്റ്റിനിലേക്ക് പോവുകയാണ്. ഈ 3 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ഐക്യത്തിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഇന്നിപ്പോൾ ഈ ഫലം വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇതിനെയൊന്ന് വിലയിരുത്താൻ കഴിയുക? യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമുക്ക് എക്സിറ്റ് പോളുകൾ മിനിഞ്ഞാന്ന് വന്ന എക്സിറ്റ് പോളുകളുടെയൊക്കെ ഒരു സർവേകളുടെയൊക്കെ കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ലൈനിൽ തന്നെയാണ് റിസൾട്ടുകൾ വന്നിരിക്കുന്നത്. 3 സ്ഥലങ്ങളിലും പ്രതിപക്ഷത്തിന്, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തിന് വലിയ പ്രതീക്ഷകൾ ഇല്ലാത്ത രീതിയിലുള്ളതാണ് പോൾ റിസൾട്ടുകൾ വന്നത്. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ, പ്രത്യേകിച്ച് ത്രിപുരയിൽ നമ്മൾ വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു റിസൾട്ടാണ് ഇന്ന് വന്നത്. CPM-ഉം കോൺഗ്രസും കൂടി ചേർന്നുകൊണ്ട് അവിടെ ഒരു നല്ലൊരു ഫൈറ്റ് നടത്താനായിട്ട് സാധിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. കാരണം നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ പൊതുവിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു ആധിപത്യം അല്ലെങ്കിൽ കുറേ മുൻകൈ കിട്ടുന്ന ഒരു സമീപ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം ഈ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ വലിയ GSDP ഉള്ള സംസ്ഥാനം, സ്വന്തമായ ഉൽപ്പാദന ക്ഷമതയുള്ള സംസ്ഥാനങ്ങളല്ല. അവരുടെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ഫോറസ്റ്റ് പ്രൊഡ്യൂസും കമേഴ്ഷ്യൽ ഫിഷറീസ് അതുപോലെയുള്ള മൈനർ ഐറ്റംസ് ആണ്. അപ്പോൾ കാർഷിക വൃത്തി, അങ്ങനെയാണ് അവരുടെ ഇത് വരുന്നത്. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിലേക്ക് വരുന്ന ഗ്രാൻറ്റുകൾ വഴിയും, സെൻട്രൽ ഗ്രാൻറ്റ് വഴിയും കേന്ദ്ര സഹായം വഴിയൊക്കെ 70% അവർക്ക് അത്തരത്തിലുള്ള സഹായങ്ങൾ വഴിയാണ് ഈ സംസ്ഥാനങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് അവിടെ ഒരു മേധാവിത്വം വരിക എന്നുള്ളത് ഒരു സ്വാഭാവികമായൊരു പരിണാമമാണ്. 2018 മുതൽ നമ്മളത് BJPയുടെ കാര്യത്തിൽ കാണുന്നുണ്ട്. 2014 അവർ ഭരണത്തിലേറി 4 വർഷം കൊണ്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ NEDA എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റേൺ ഡെമോക്രാറ്റിക് അലയൻസ് ഉണ്ടാക്കിക്കൊണ്ട് അവർ ഈ സംസ്ഥാനങ്ങളിലൊക്കെ അവരുടെ ഫുട് പ്രിൻറ്റ്സ് വ്യാപിക്കാനുള്ള ശ്രമം നടത്തി. എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ തവണ ത്രിപുരയിൽ 2% നിന്ന് 44%ത്തിലേക്ക് BJPയുടെ വളർച്ചയുണ്ടായത്. അപ്പോൾ നമ്മളത് ഈ ഒരു നേരത്തെ സൂചിപ്പിച്ച ആ വസ്തുതയുമായിട്ട് കൂട്ടി വായിക്കണം. കേന്ദ്രം ഭരിക്കുന്ന പ്രസ്ഥാനമെന്ന നിലയിൽ അവരുടെ ഒരു സഹായം ഈ സംസ്ഥാനങ്ങളിൽ മുന്നോട്ട് പോകാനായിട്ട് ഏത് പാർട്ടി ഭരിച്ചാലും അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഒരു അലയൻസ് വരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ അവരുമായിട്ട് അലൈൻ ചെയ്ത് പോകാനായിട്ടുള്ളൊരു ശ്രമമായിരിക്കും മിക്ക പാർട്ടികളും നടത്തുക. പിന്നെ ഈ പ്രദേശങ്ങളിലെ പ്രാദേശിക പാർട്ടികൾക്ക്, ട്രൈബൽ ഗോത്ര സംസ്കാരമുള്ള പാർട്ടികൾക്ക് കാലാകാലങ്ങളായിട്ട് അവർക്ക് മുൻതൂക്കമുണ്ട്. അതില്ലാതെ ഇപ്പോൾ നാഗാലാൻഡിലൊക്കെ കാലാകാലങ്ങളായിട്ട്, ഇപ്പോൾ ഈ ഇലക്ഷനിലേക്ക് നമ്മൾ നേരിടാൻ വരുന്ന അവസരത്തിൽ നാഗാലാൻഡിൽ പ്രതിപക്ഷം ഇല്ല. അവിടെ എല്ലാ പാർട്ടികളും ഭരണപക്ഷക്കാരാണ്. ഫ്രണ്ട് ലൈൻ നാഗാലാൻഡ് എന്ന് പറയുന്ന ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നാഗാലാൻഡിലെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് അവിടെ സർക്കാരുണ്ടായത്. അവിടെ പ്രതിപക്ഷ പാർട്ടി ഇല്ലായിരുന്നു. ത്രിപുരയിലെ ഒരു ഫൈറ്റ് ബാക്ക്, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ 44% BJPക്കുള്ളപ്പോൾ 43.5% CPM-നുണ്ട്. 1.5% താഴെ വ്യത്യാസം മാത്രമാണ് ഈ 2 പാർട്ടികളും തമ്മിലുണ്ടായിരുന്നത്. കോൺഗ്രസിൻ്റെ 2% ഉണ്ടായിരുന്നത്. ഈ റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും സഖ്യത്തിന് പിടിച്ചു നിൽക്കാനായി എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം CPM-ന് പാർട്ടി എന്ന നിലയിൽ അവർക്ക് വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട്. അവർക്ക് 25%-ആയിട്ട് 42 നിന്ന് കുറയുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ 2%-ൽ നിന്ന് 8%-ആയിട്ട് വർദ്ധിക്കുന്നുണ്ട്. 5 സീറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ നേരത്തെ 1 സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു തരത്തിൽ ഒരു നേട്ടം, ഇപ്പോൾ കോൺഗ്രസിന് ഒരു നേട്ടം ഉണ്ടാക്കേണ്ടത് ഇതൊരു പരീക്ഷണശാലയായിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. കാരണം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന വിഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പുരോഗമനപരമായി ചിന്തിക്കുന്ന സോഷ്യലിസ്റ്റ് ചേരിയിലുള്ള മതേതര സങ്കല്പമുള്ള പാർട്ടികൾ എല്ലാവരും ഒരുമിച്ച് വരികയാണെങ്കിൽ BJPയെ ദേശീയ തലത്തിൽ ഒരു ഒറ്റ മുന്നണിയായിട്ട് ടേക്ക് ഓൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിഷനാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ത്രിപുരയിലെ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് കൂടി നമ്മൾ മനസ്സിലാക്കണം. BJP ഭരണത്തിൽ വന്നതിന് ശേഷം വലിയ തോതിലുള്ള ഒരു സമഗ്രാധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം നടന്നൊരു സംസ്ഥാനമാണ്. CPM-നെതിരെയും അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെയും പാർട്ടി ആസ്ഥാനങ്ങൾക്കെതിരെയും ഒക്കെ വലിയ ആക്രമണങ്ങൾ നടന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലം ഇപ്പോൾ വീണ്ടും ഒരു വർക്കിംഗ് ഡെമോക്രസി എന്ന നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കാനും പ്രവർത്തിക്കാനും അതിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാനും സാധിച്ചു എന്നതല്ല ഇതൊരു വിജയമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുള്ളൂ. എലക്ഷൻ ജയിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ റിസൾട്ടിൽ മറ്റ് പല പോസിറ്റീവ്സും നമുക്കിതിലുണ്ട്. നമ്മൾ പ്രധാനമായും പറയുന്നത് അവിടെ ഈ തിപ്രമോദ പോലെയുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പാർട്ടികളുടെ ഒരു ഉയർച്ച കൂടിയാണ്. അവരാദ്യമായിട്ട് ഒരുപക്ഷെ നേരിടുന്ന തെരഞ്ഞെടുപ്പ്, ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഒരു വലിയ മുന്നേറ്റം നേടാൻ സാധിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ടും വോട്ടുകൾ ഒരുപക്ഷെ അത് ആരെയാണ് അവരുടെ ഒരു വളർച്ച
പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്? അത് ഏത് രീതിയിലാവും തുടർന്ന് ഉള്ള ഒരു സമയത്ത് ഒരു ഏത് രാഷ്ട്രീയ ശക്തിക്കാവും അതിൻ്റെ ഒരു ഗുണമുണ്ടാവുക? കഴിഞ്ഞ തവണ BJP അവിടെ മത്സരിച്ചത് IPTF എന്ന് പറയുന്ന പാർട്ടിയോടൊപ്പമാണ്. IPTF അന്ന് 8 സീറ്റ് കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇത്തവണ അവർക്ക് ഒരു സീറ്റേ ഉള്ളൂ. 33 സീറ്റാണ് BJP മുന്നണിക്ക് ലഭിച്ചിട്ടുള്ളത്. IPTF അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് മരണപ്പെട്ടു പോയി. അതിനുശേഷം അതിനൊരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവിടെ തിപ്പമോത്ത എന്ന് പറയുന്ന ഈ പാർട്ടി കടന്നു വരുമ്പോഴത്തേക്കും ത്രിപുരയിലെ രാജവംശത്തിൽപ്പെടുന്ന രാജകുമാരനാണ് അതിന് നേതൃത്വം നൽകുന്നത്. അവരെ ഒരു പ്രത്യേക ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു വാദം മുന്നിട്ട് വെച്ചുകൊണ്ടാണ് ഈ ഒരു ഇലക്ഷൻ അവർ നേരിട്ടത്. ആ വാദം മുഖ്യധാര പാർട്ടികളൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. BJP അടക്കമുള്ള പാർട്ടികൾ അത് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസിനാണെങ്കിലും CPM-നും ഒക്കെ അതിന് റിസർവേഷൻസ് ഉണ്ട്. അത്തരത്തിൽ വീണ്ടും ഒരു സംസ്ഥാന രൂപീകരണത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫോർമേഷനോ അവരാരും തത്വത്തിൽ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ സെപ്പറേറ്റ് ആയിട്ട് 42 സീറ്റിൽ അവർ മത്സരിച്ചത്. ഇലക്ഷന് മുമ്പ് തന്നെ ഏകദേശം 23 സീറ്റിൽ അവർക്ക് സ്വാധീനിക്കാൻ സാധിക്കും എന്നുള്ളൊരു അനുമാനം ഉണ്ടായിരുന്നു. ഒരു ഡാർക്ക് ഹൗസ് ആയിട്ട് ഈ പാർട്ടി ഇത്തവണ ഒരു എക്സ് ഫാക്ടർ ആയിരുന്നു അത് ത്രിപുരയിലെ ഇലക്ഷനിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം BJP-യും CPM-ഉം നേർക്കുനേറുള്ള ഒരു ഫൈറ്റ് ആയിരുന്നെങ്കിൽ ഇത്തവണ ഒരു മൂന്ന് മുന്നണിയായിട്ടുള്ളൊരു ഫൈറ്റ് വന്നപ്പോൾ വോട്ട് ഫ്രാഗ്മെന്റഡ് ആയിട്ടുണ്ട്. ഗോത്രവർഗ മേഖലയിലെ പല സീറ്റുകളും ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചില സീറ്റുകളുടെ കണക്കൊക്കെ പരിശോധിച്ചപ്പോൾ കണ്ടൊരു കാര്യം, പല സീറ്റുകളിലും തോറ്റത് 1000 വോട്ട്, 1500 വോട്ട്, ചിലയിടത്ത് 50 വോട്ട്, അങ്ങനെ ചെറിയ മാർജിനിൽ തോറ്റ സീറ്റുകളിലൊക്കെ ഈ പാർട്ടി 2000 വോട്ട് മുതൽ 8000 വോട്ട് വരെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് മുന്നണികളെയും ബാധിച്ചിട്ടുണ്ട്. IPTF-ന് നഷ്ടപ്പെട്ട വോട്ട് ഷെയറിൽ ഒരു ഭാഗം ഈ പാർട്ടി പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം CPM കോൺഗ്രസ് മുന്നണിയുടെ വിജയസാധ്യതയും ഒരു 10-ലധികം സീറ്റിൽ അത് ബാധിച്ചിട്ടുണ്ടെന്നാണ് നമ്മളൊരു പ്രാഥമിക വിലയിരുത്തൽ. വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ പ്രാഥമികമായിട്ട് ഇന്ന് ഉച്ചവരെയുള്ള ലീഡ് നിലവാരങ്ങൾ നോക്കുമ്പോൾ പല സീറ്റുകളിലും ഇത്തരത്തിൽ വിജയസാധ്യത ഉണ്ട് എന്ന് ഉറപ്പിച്ചിരുന്ന പല സീറ്റുകൾ നിസ്സാര മാർജിനിൽ പരാജയപ്പെടുന്നത് BJP-ക്കും ഗുണകരമായിട്ട് ഭവിച്ചിട്ടുണ്ട്. ചില മേഖലകളിൽ അവർക്ക് ദോഷകരമായിട്ട് ഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ടേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിയുടെ എൻട്രി യഥാർത്ഥത്തിൽ CPM കോൺഗ്രസ് മുന്നണിക്ക് ഒരു ബാക്ക് ഫയർ ആയിട്ടുണ്ടെന്ന് വേണം നമ്മൾ അനുമാനിക്കാനായിട്ട്. കാരണം ഗോത്ര മേഖലയിലുള്ള നമുക്ക് ലഭിക്കേണ്ട കുറേ സീറ്റുകളിൽ വിജയസാധ്യത അത് ബാധിച്ചിട്ടുണ്ട്. അവർക്ക് ജയസാധ്യത ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം, അതെല്ലാം കൂടെ നമ്മൾ എല്ലാവരും തന്നെ വളരെ ഉറ്റുനോക്കിയിരുന്ന ത്രിപുരയിലായിരുന്നു. ത്രിപുരയിൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒരു സഖ്യം ഉണ്ടാവുന്നു. ആ സഖ്യം അത് എത്ര കണ്ട് ഫലപ്രദമാകും? ഒരുപക്ഷെ അത് ഒരു പരീക്ഷണം എന്ന നിലയിൽ തന്നെയാണ് എല്ലാവരും ഉറ്റത്. പക്ഷേങ്കിൽ അവിടെ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ വിജയിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെയുള്ള ഒരു ഇടപെടൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിമർശനം ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? എന്ത് കാര്യത്തിനെ നമുക്ക് പല രീതിയിൽ വീക്ഷിക്കാമല്ലോ. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസിന്റെ റിസൾട്ട് നോക്കൂ. അവിടെ പ്രാദേശിക നേതൃത്വം നയിച്ച ഇലക്ഷൻ എന്ന് പറയുമ്പോഴും കോൺഗ്രസ് കഴിഞ്ഞ ഒരു സീറ്റ് പോലും ഇല്ലായിരുന്ന സ്ഥലത്ത് ഇത്തവണ 5 സീറ്റ് നേടിയിട്ടുണ്ട്. 2% നിന്ന് 8% വോട്ട് ഷെയർ വർധന വന്നിട്ടുണ്ട്. പക്ഷേ കൺസോളിഡേറ്റഡ് വോട്ട് ബേസ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന CPM പോലെ ഒരു കേഡർ പാർട്ടിക്ക് അവർക്ക് 42% വോട്ട് ഷെയർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അത് 25% കുറഞ്ഞിരിക്കുകയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിപ്പോൾ കോൺഗ്രസ് പ്രചാരണത്തിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ദേശീയ നേതാക്കൾ വരാത്തതുകൊണ്ടല്ലല്ലോ അവരുടെ വോട്ട് ഷെയർ കുറയുന്നത്. അത് മറ്റ് ഫാക്ടേഴ്സ് കൂടി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമത് ഒരു പാർട്ടി അവിടെ കടന്നു വന്നത് അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രാദേശികമായ വിഷയങ്ങളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഒരു സെൻറ്റർ ഭരിക്കുന്ന ഒരു പാർട്ടി, അവർ തന്നെ ഭരിക്കുന്ന ഒരു സംസ്ഥാനം. ഇപ്പോൾ കഴിഞ്ഞ തവണ BJP ആണല്ലോ ഈ സംസ്ഥാനം ഭരിച്ചത്. അവർക്ക് ഒറ്റയ്ക്ക് 34 സീറ്റ് അന്നുണ്ട്. അപ്പോൾ അത്രയും സീറ്റുകളുള്ള പാർട്ടി ഇത്തവണ വീണ്ടും വരുമ്പോൾ കേന്ദ്രം അവർ തന്നെ ഭരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ പീപ്പിൾ ആർ മോർ ഇൻക്ലൈൻ ടു വോട്ട് ഫോർ ദം. അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടില്ല. ഇപ്പോൾ BJP-ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാചകമാണല്ലോ ഡബിൾ എഞ്ചിൻ ഗ്രോത്ത്. അതിൽ രണ്ടർത്ഥമുണ്ട്. ഡബിൾ എഞ്ചിൻ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമ്പോൾ കൂടുതൽ ബെനിഫിറ്റ്സ് ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് അവരുടെ ഭാഷ്യം പറയുമ്പോൾ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുമെന്നുള്ളൊരു മറുഭാഷ്യം കൂടി അതിനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാചകം കൂടി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ BJP-ക്ക് അവിടെ തുടരുന്ന ഒരു ആധിപത്യം, അവരെ കേന്ദ്രത്തിൽ അവർ ഭരണത്തിലുണ്ട് എന്നുള്ളതിന് അതിൻ്റെ കൂടി ചേർത്ത് നമ്മൾ വായിക്കുമ്പോഴാണ് ഈ ചിത്രം പൂർണ്ണമാകുക. നമ്മളെ സംബന്ധിച്ച് ത്രിപുരയിലെ ഈ ഒരു പരീക്ഷണമാണെങ്കിൽ ഇപ്പോൾ ഒരു സീറ്റ് ധാരണയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നമ്മളൊരു അലയൻസിനേക്കാൾ ഉപരി ഒരു സീറ്റ് ധാരണ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ CPM-ഉം കോൺഗ്രസും അവിടെ നമ്മൾ ഒരു സഖ്യം എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും ഇല്ലല്ലോ. ഇതൊരു സീറ്റ് ധാരണയാണ് അവിടെ ഉണ്ടാക്കിയത്. ആ സീറ്റ് ധാരണയിൽ ഞങ്ങൾ മൈനർ പാർട്ട്ണറാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അതിനുശേഷം 2%
താഴെ വോട്ട് ഷെയറും സീറ്റൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ CPM എന്ന ഡോമിനൻ്റ് ആയിട്ടുള്ള വോട്ട് ഷെയർ ഉള്ള 25 വർഷം അവിടെ ഭരിച്ച ആ സംസ്ഥാനം ഭരിച്ച ഒരു കേഡർ സംവിധാനം ഉണ്ടെന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരു പാർട്ടിയോടൊപ്പം ചേരുമ്പോൾ അവരാണ് ഡോമിനൻ്റ്. ഞങ്ങൾ ആകെ 12 സീറ്റിലേ മത്സരിച്ചിട്ടുള്ളൂ. ആ 12 സീറ്റിൽ നിന്ന് 5 സീറ്റ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 50% കൂടുതൽ വിക്ടറി, നിയർലി 50% വിക്ടറി കോൺഗ്രസിന് ത്രിപുര എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവാണ്. അപ്പോൾ ഇതിൽ മറ്റ് തരത്തിലേക്ക് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.